ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റു കറികളൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെത്തള അഥവാ നെത്തോലി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെത്തോലി ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചമ്മന്തിക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഈ ചമ്മന്തിക്കും ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 25 നെത്തോലി മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എത്രത്തോളം ചമ്മന്തി തയ്യാറാക്കുന്നതിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. നെത്തോലി ആകുമ്പോൾ ചെറിയ മീനാണല്ലോ, അപ്പോൾ നമ്മൾ എത്ര ഇട്ടാലും അതിന് ക്വാണ്ടിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് കൂടുമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും സ്വല്പം ഉപ്പ്, നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള ഉപ്പ് അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മീനൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിതിൽ മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയുള്ളി, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളി അല്ലി. ഈ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 8 എടുത്തിരിക്കുന്നത്, നല്ലൊരു 4 മതിയാവും. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട, ജസ്റ്റ് നമുക്ക് ഈ മീനൊന്ന് വേവുന്ന പാകത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നെത്തോലി മീൻ വളരെയധികം കാൽസ്യം റിച്ച്ഡ് മീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിപ്പോൾ ചമ്മന്തി ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇത് ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ കറി വെച്ചൊക്കെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് ഈ നെത്തോലി മീൻ. അപ്പം ഇവിടെ നമ്മുടെ മീനൊക്കെ ജസ്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി, നമുക്ക് കൂടുതലായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. നമുക്കിത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മൊരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ നമുക്ക് ഇത് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇതിൻ്റെ മുള്ള് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഫ്രഷ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ മീനൊക്കെ ഒന്ന് കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് എടുക്കാനും ഉണ്ട്. ഈ മീനൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 വറ്റൽമുളകുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് എടുത്തിട്ട് മാറ്റണം കേട്ടോ. കൂടുതലായിട്ട് ഡാർക്ക് നിറമായിട്ട് പോകണ്ട, അതിൻ്റെ മുന്നേ തന്നെ എടുക്കുക. കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ആ 2 ഇൻഗ്രീഡിയൻസോടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ ഫ്രൈ ചെയ്ത മീനിൻ്റെ മുള്ള് നമുക്ക് അടർത്തി മാറ്റാം. ഇത് നമുക്ക് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ടിടാം. മുള്ളിട്ടിട്ട് ചമ്മന്തി അരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചമ്മന്തിയിലെ മുള്ളൊരു കുത്തലായിട്ടുണ്ടാവും. അപ്പോൾ അതിനുകൊണ്ട് നമുക്കത് മുള്ള് പോക്കിയതിന് ശേഷം ചമ്മന്തി അരയ്ക്കുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോൾ ഇവിടെ ഇതാ ചമ്മന്തിക്കുള്ള മീനൊക്കെ നന്നാക്കി ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും നമ്മുടെ മുളകില്ലേ വറ്റൽമുളക്, അതും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് പറയാൻ വിട്ടിട്ടുണ്ട്. പുളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉപ്പും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പുളി മതി കേട്ടോ നമുക്കിതിലേക്ക്. പുളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയൊരു കഷ്ണം തന്നെ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച്
നന്നായിട്ട് ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ നെത്തോലി മീനൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം ടേസ്റ്റിയാണ്. ഫ്രൈ ചെയ്ത് ചേർത്താണല്ലോ. പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ഇടുന്നതുകൊണ്ട് തന്നെ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ്. അപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്